ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം ബിഗ് ബോസിൽ നടന്നൊരു ചെറിയൊരു പ്രശ്നമാണ് ഞാൻ ഇന്ന് നിങ്ങളോട്, ചെറിയൊരു പ്രശ്നമല്ല, നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇന്ന് മോർണിംഗിൽ അവിടെ മത്സരാർത്ഥികൾ തമ്മിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ പേരുകൾ ഓരോ വ്യക്തികളെ വിളിക്കാമെന്നുള്ള രീതിയിൽ അവർക്കൊരു ചെറിയൊരു ഇതുപോലെ ഒരു പിന്നെ ടാസ്ക്കാണോ ചോദിച്ചാൽ അതേക്കുറിച്ച് വ്യക്തമായിട്ട് ടാസ്ക് അല്ല, അങ്ങനെ ഒരു ചെറിയൊരു കളി പോലെ അവർക്ക് അങ്ങനെ പറഞ്ഞ് കൊടുത്തിരുന്നു. ആ ടൈമിൽ പിന്നെ ഓരോ ആൾക്കാർ നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പേരിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഓരോരോ വ്യക്തികൾ വന്ന് ഓരോരോ ആൾക്കാർ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇന്ന പേര് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഈ അക്ബറില്ലേ, നമ്മുടെ പട്ടൂർമാലിലെ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്ന അക്ബർ ഖാൻ, ആ പുള്ളി വന്നിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള മറ്റേ ആ പയ്യൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അയാളെ ഒനീൽ സാബു, ആ പുള്ളിനെ വിളിച്ച് നമ്മുടെ രേണുവിനെ വിളിച്ചു. അപ്പോൾ ഒനീലിനെ വേറെന്തോ ഒരു പേരിട്ടാണ് പുള്ളി വിളിച്ചത്. പക്ഷേ നമ്മുടെ രേണുവിനെ വിളിച്ച വിളി അത് വളരെ മോശപ്പെട്ട ഒരു സംസാരമായിപ്പോയി. അത് ആ ഒരു പേര് എനിക്കും നിങ്ങളോട് പറയാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്നാലും നമ്മുടെ മാലിന്യങ്ങളൊക്കെ കൊണ്ടിടുന്ന, ഈവൻ നമ്മളെല്ലാവരും മോർണിംഗിൽ നമ്മൾ എന്താ പറയുക ബാത്റൂമിൽ പോകുന്ന ആ മാലിന്യം പോയി ചെന്ന് കിടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ പേരിട്ടാണ് ആ പുള്ളിക്കാരിയെ ആ അക്ബർ വിളിച്ച വിളി. സെപ്റ്റിക് ടാങ്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അവരെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് വളരെ മോശമായ ഒരു ഉച്ചാരണം തന്നെയെന്ന് പറയാം. ഇപ്പോൾ പുറത്ത് ബിഗ് ബോസിന് പുറത്താകുന്ന സമയത്ത് പല മനുഷ്യരും പല രീതിയിലും അവരെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരാരും ആ സ്ത്രീയുടെ മോതാവിൽ ചെന്നിട്ട് അവരിങ്ങനെയാണെന്നോ ഇല്ലെങ്കിൽ അങ്ങനെയാണെന്നോ ഒരു മനുഷ്യരും അതിനുള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാനും അവരെയൊക്കെ എതിരെ പ്രതികരിച്ചിട്ടുണ്ടൊക്കെ സത്യം തന്നെയാണ്. കാരണം എത്രയ്ക്കാലും അവർ സ്ത്രീയാണ്, അവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയും ബഹുമാനവും എല്ലാം ഉണ്ട്. അവരൊരു സെപ്റ്റിക് ടാങ്ക് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ബിഗ് ബോസിൽ വന്ന് രേണുസുതി ഒന്നും കാണിച്ചിട്ടില്ല. ഈ പറയണ ഒരിടത്തും രേണുസുതി ഒന്നും കാണിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. പിന്നെ ചില പൊട്ടത്തരങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടാവുകയും എല്ലാവരും അവർക്കെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ ഇന്നവർ നിൽക്കുന്നൊരു BB ഹൗസിലാണ്. അവിടെ എല്ലാവരെ പോലെയും അവർ അവിടെ മത്സരിക്കാൻ ചെന്ന സമയത്ത് അവർ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ് അവർ അത്രയും മോശം രീതിയിൽ ഒരു സ്ത്രീയെ അപമാനിക്കാമെന്ന് വെച്ചാൽ അത് വളരെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത്. ഇപ്പം ഞാനായാലും നിങ്ങൾ ആരെങ്കിലും ഒരാളാണെങ്കിൽ പോലും അത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ആ സ്ത്രീക്ക് അത് മാനസികമായിട്ട് ഭയങ്കര അത് ഫീലായിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മളെ സഹിക്കുമോ? നമ്മുടെ മുഖത്തൊക്കെ ഒരാൾ നമ്മൾ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചാൽ നമ്മൾ സഹിക്കുമോ? ഒരിക്കലും ഇല്ല. ഇപ്പം വേറെ വല്ലവരും വ്യക്തികളാണെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് പറയും നിങ്ങൾ സെപ്റ്റിക് ടാങ്കിനെ പോലെയാണ് എന്ന് പറയുമ്പം അത് മോശമെന്ന് അതിൻ്റെ അർത്ഥം അവരെ ചോദിക്കാനും പറയാനും ആരുമില്ല, അവരെ പുറത്തെല്ലാം കുതിര കയറാം എന്നുള്ള രീതിയിലാണ് അക്ബർ ആ ഒരു രീതി പറഞ്ഞത്. പുള്ളിയുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ എടുത്ത് വേറൊരു അന്യടുത്തുള്ളൊരു വ്യക്തി അവരങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിരുന്നാൽ പുള്ളിക്ക് വേദനിക്കുമോ? ചോദിക്കുക. അങ്ങനെ പറയുമോ? ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരിക്കലും രേണുവിനെ ആ ഒരു വിളിച്ചതിൽ അത് മോശം രീതി തന്നെയെന്ന് പറയാം. ഇയാൾ അവിടെ ഒരു കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാം അവിടെ നിന്ന് ചെന്ന് ഇടിച്ചങ്ങ് കയറുക, ചുമ്മാ ഓരോരോ പ്രശ്നങ്ങൾ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത്. പക്ഷേ അതൊരു ഗെയിമോ അല്ലെങ്കിൽ അവർ കളിക്കുന്നത്. പക്ഷെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അവരെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് വളരെ മോശമായൊരു രീതി തന്നെയാണ്. ഇത് നമുക്കത് ഇപ്പം എന്നെ വിളിച്ചാലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഉള്ള സത്യം ഞാൻ പറയാമല്ലോ, എനിക്കൊരിക്കലും ആ ഒരു വേർഡ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. രേണുവിന് ഇപ്പം ചോദിക്കാനും പറയാനും ആരുമില്ല. രേണുവിൻ്റെ വണ്ടയിലോട്ട് എങ്ങനെ ഒരാൾക്ക് പിടിച്ച് കയറാമെന്നുള്ളൊരു ചാൻസ് വെച്ചിട്ട് അവരെന്തും പറയാമെന്ന് അങ്ങനെ വിചാരിക്കണം. അവരൊരു സ്ത്രീയാണ്, അവരൊരു ഭർത്താവില്ലാത്ത സ്ത്രീ തന്നെയാണ്. ഇനിയിപ്പോൾ പിന്നെ ശ്രുതിക്ക് ഇതിനുമ്പോൾ ഭാര്യ ഉണ്ടായിരുന്ന ഒന്നും നമ്മൾ ബാധിക്കുന്നില്ല. നമ്മൾ രേണുവിനെ കണ്ടത് ശ്രുതിയുടെ വൈഫായിട്ട് തന്നെയാണ് കണ്ടത്. അന്നേരം ആ ഒരു സ്ത്രീ കുറേ സ്ട്രഗിൾ ചെയ്ത് കുറേ ആൾക്കാരെ വഴി കൊണ്ട് ഞാനും അവർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടുള്ള സത്യം പറയാൻ. നല്ലതും പറഞ്ഞിട്ട് ചീത്തയും പറഞ്ഞിട്ടില്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ വേറൊരു വ്യക്തി വന്ന് ആ സ്ത്രീനെ അത്രയും മോശം രീതിയിൽ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ് അത്രയും വൃത്തികെട്ട രീതിയിൽ പറയാൻ ഇയാളോട് അവരെന്താ ചെയ്തത്?
ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയോട് രേണു എന്താണ് ചെയ്തത്? അതുപോലെ പറയാണ് നമ്മുടെ എന്താ അപ്പാനി ശരത്ത്, ആ വ്യക്തിയും ഈ രേണുവിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും അവിടെ പറയുന്നുണ്ട്. അതും നമ്മൾ ഈ ലൈവിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ആണുങ്ങൾക്കൊന്നും രേണുവിനെ കൊണ്ട് യാതൊരു ഉപദ്രവമോ ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കോ യാതൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. അവരുടെ നേരെ ചെന്ന ആൾക്കാരെ നേരെ അവർ ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറം അവർ കേട്ടിട്ടുണ്ട്, അതൊക്കെ സത്യം. പക്ഷെ അവർ മോതാവിൽ ചെന്ന് ഒരു വ്യക്തികളും ഇന്ന് വരെ രേണുവിനെ ആ ഒരു രീതിയിൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിൽ അത് ഭയങ്കരമായിട്ടും, ഞാനൊരു സ്ത്രീയാണ്, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഉള്ളത് ഞാൻ പറയാം. എനിക്ക് ആ കാര്യം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വിളിക്കേണ്ട കാര്യങ്ങളൊന്നും രേണു അവിടെ ചെയ്തിട്ടുമില്ല. കാര്യങ്ങൾ ആരോടും കാണിച്ചിട്ടില്ല. അവർ കുറേ ഫോട്ടോഷൂട്ട് ചെയ്തു. അവർക്ക് ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസിൽ പോകുന്നതിൻ്റെ പുറത്ത് അവർ പിന്നാലെ വന്ന PR വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്യാൻ പറഞ്ഞു, അവരത് ചെയ്തു. ഇത് ചെയ്യാൻ പറഞ്ഞു, അവരിത് ചെയ്തു. അതേ അവർ ചെയ്തിട്ടുള്ളൂ. നേര് പറഞ്ഞാൽ ആ സ്ത്രീ ഒരു പാവം തന്നെയാണെന്ന് പറയാം. ഈ ആൾക്കാർ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് അവർ കളിച്ചത്. അല്ലാതെ അവർ മനഃപൂർവ്വം ആ രീതി കളിക്കെടുക്കുകയും ചെയ്യില്ല. അവരൊരു ഭർത്താവ് മരിച്ച സ്ത്രീയാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരെ കുഞ്ഞിന് ജീവിക്കാനുള്ള ഒരു മാർഗം കിട്ടുമെന്ന് വിചാരിച്ചു അവർ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു. അവരാരെ ദ്രോഹിക്കുന്ന രീതിയിലൊന്നും കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഫ്ലാറ്റിൻ്റെ ആയാലും ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ വന്നത് ഈ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ അവരുടെ PR വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം ബൂസ്റ്റ് ചെയ്ത് അവരെ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചത്. ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ 2-4 ദിവസം രേണുവിനെ കാണുന്നുണ്ട്. നമ്മൾ കണ്ട രേണു അല്ല അതിനകത്ത് നിൽക്കുന്ന രേണു. ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നാടൻ കളി എന്ന് പറയാൻ എന്ത് വേണമെങ്കിലും നമുക്കതൊക്കെ പറയാം. പക്ഷേ ഒരു സ്ത്രീയെ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ പറഞ്ഞതിലാണ് എനിക്കത് ഇഷ്ടപ്പെടാതെ പോയത്. രേണു ഒരിക്കലും സെപ്റ്റി ടാങ്കൊന്നും അല്ല. അവരൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, ഒരു അനിയത്തിയാണ്, ഒരു മകളാണ്, ഒരു ഭാര്യ ആയിരുന്നു, എല്ലാമാണ്. പക്ഷെ അവരെവിടെ ഇങ്ങനെ സെപ്റ്റി ടാങ്ക് ആവുന്നത് എങ്ങനെയാണ് ആ സ്ത്രീ? അത് ബിഗ് ബോസ് ആ ഒരു കാര്യം ചോദ്യം ചെയ്യാതിരുന്നത് വലിയ തെറ്റെന്ന് തന്നെ പറയാം. ഒരു സ്ത്രീ പല പേരിട്ട് എന്തെല്ലാം വിളിക്കാം, എന്തെല്ലാം അവരൊരു നമ്മളൊക്കെ നേരം വെളുത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റിട്ട് പോയി ഉപയോഗിക്കുന്ന ഒരു കാര്യം, നമ്മൾ അവിടെ ചെന്ന് വീഴുന്ന ആ ഒരു ബോക്സിനെയാണ് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത്. അല്ലാതെ അവർ നാറിയ സ്ത്രീയൊന്നും അല്ല. ഈ അക്ബർ ഇത്രയും വലിയ ഞാൻ ചോദിക്കട്ടെ, അക്ബർ എന്തൊക്കെ വൃത്തിയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? അതിൽ അക്ബറിനെ ഏത് പേരിൽ നമ്മൾ വിളിക്കേണ്ടത്? എന്തെല്ലാം കോലങ്ങളാണ് ആ പുള്ളി അവിടെ കെട്ടുന്നത്? ആ പുള്ളിക്ക് ഇപ്പോൾ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലേ? അതിന് അവർക്കൊരു സ്ത്രീയെ ബഹുമാനിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയില്ലേ? അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ലേ? അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിളിക്കേണ്ട പദമാണോ സെപ്റ്റി ടാങ്ക് എന്ന്? അതിൻ്റെ അർത്ഥം എന്താണ്? അയാളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. അതിന് എവിടുത്തെ പാട്ടുകാരനായാലും ശരി, ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ ഞാൻ പറയും. രേണുവിനെ വിമർശിക്കുന്നതോ അതൊന്നും ഒരിക്കലും ഞാൻ ശരിയെന്നോ തെറ്റെന്നോ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ആ സ്ത്രീനെ. സത്യം തന്നെയാണ്. കാരണം ഒരു ഹസ്ബൻഡില്ലാത്ത ഞാനും അനുഭവിച്ച പല വഴി കൂടെയാണ് ആ സ്ത്രീയും നടന്നു വന്നിട്ടുള്ളത്. എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ആ സ്ത്രീയെ ആ ഒരു പേര് വിളിച്ചത് വളരെ മോശമായ രീതിയാണ്. അതിന് ബിഗ് ബോസ് അയാളെ കൊണ്ട് അതിന് സമാധാനം പറയിച്ചേ പറ്റത്തുള്ളൂ. ഇയാളിങ്ങനെ ബിഗ് ബോസിൽ തുടരാനൊന്നും ഒരു യോഗ്യതയില്ലാത്ത വ്യക്തി തന്നെയാണ്. ഒരു സ്ത്രീയെ ഇത്രയും മോശമായ രീതിയിൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് മോശമായ രീതിയിൽ ഭാവനയിൽ കണ്ടിട്ട് അയാൾ എങ്ങനെയാണ് ബിഗ് ബോസിൽ കഴിയേണ്ടത്? അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ബിഗ് ബോസിൽ വന്ന് ഈ ഗെയിമൊക്കെ കളിച്ച് രക്ഷപ്പെടേണ്ട ഏത് രീതിയിലാണ്? ബിഗ് ബോസ് എന്ന് പറഞ്ഞു തന്നെ. ഇതിന് പ്രതികരിക്കാതിരുന്നാൽ ഇവന്മാർക്ക് ഒരു ഏളുതരം വെച്ച് കൊടുക്കുന്നത് പോലെയാണ്. സെപ്റ്റി ടാങ്ക് ഒന്നും വിളിച്ച് ഒരു ആക്ഷേപിക്കേണ്ട ഒരു തെറ്റുമൊന്നും രേണുസുതി ചെയ്തിട്ടില്ല. അത് പിന്നെ എല്ലാവരും വാശിക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടി വന്ന് അവരെക്കുറിച്ച് പല വീഡിയോകൾ ചെയ്തിട്ട് ഞാനും ചെയ്തിട്ടുണ്ട്. ഈ പല മീഡിയകൾ കാണുന്ന കോലഘട്ടൽ കണ്ടിട്ടാണ് നമ്മളും അവർക്ക് അത്രയും നെഗറ്റീവ് കമൻറ്റിൽ ഇടാനും കാരണം അവരെ PR വർക്ക് അവർ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു വലിയ TV പ്രോഗ്രാമിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇത്രയും നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തത്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അവരുടെ വശത്തല്ല ഇത് തെറ്റ് മൊത്തവും. അവരുടെ ബാക്കിൽ ഇറങ്ങി ഈ PR വർക്ക് ചെയ്ത നാറികളാണ് അവർ ഇത്രയും വൃത്തികേടാക്കിയത്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അതായത് ആ സ്ത്രീ ഇതിലവർ നിന്ന് കൊടുത്തു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അല്ലാതെ അവർക്ക് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന്
ആ വാക്കും ഈ വാക്കും എല്ലാം ഇട്ട് കൊടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് അവരെ കുത്തി ഇറക്കി പുറത്ത് വെട്ടിപ്പിച്ചതെല്ലാം അവരെ പിന്നിൽ PR വർക്ക് ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്. ആ സ്ത്രീ ഇത്രയും നാറ്റിച്ചത് PR വർക്ക് ചെയ്യുന്ന PR വർക്ക് ആൾക്കാർ തന്നെയാണ് അവരെ നാറ്റിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ സ്ത്രീ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ മുൻപിൽ ചെന്ന് നിന്നിട്ട് അവരെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് വേറൊരുത്തനെ ആക്ഷേപിച്ചത്. ഇന്ന് ഇതിനാർക്കും ഇതിന് മറുപടി ചോദിക്കാനോ പറയാനോ ഒന്നും ആർക്കും ഇല്ല. ഈ PR വർക്ക് ചെയ്തവന്മാർക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ലായിരുന്നു. ആ സ്ത്രീ അത്രയും വിഷമിച്ച് അവിടെ ആ മീഡിയയുടെ അല്ലെങ്കിൽ ആ ബിഗ് ബോസിൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അവർ നമ്മളോടാണ് അപേക്ഷിച്ചത്, നമ്മളോട്. കാരണം അത് അവരുടെ പുതിയ അടവാന്നൊന്നും ആരും പറയരുത്. കാരണം ഇപ്പം എന്നെ ആയാലും എൻ്റെ മുഖത്ത് നോക്കി ഒരുത്തൻ എന്നെ അങ്ങനെ വിളിക്കണം എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും സഹിക്കില്ല, തീർച്ചയായും കേസ് പറയാം, ഒരിക്കലും ഞാൻ സഹിക്കില്ല. കാരണം രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് അവൻ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഏതർത്ഥത്തിലാണ് രേണു അങ്ങനെ ആയതെന്ന് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ അവരോട് അതിന് ക്ഷമ ചോദിച്ചേ പറ്റൂ, പരസ്യമായിട്ട് ക്ഷമ ചോദിച്ചേ പറ്റൂ. ക്ഷമ ചോദിച്ചിരിക്കണം. എന്ത് അവകാശത്തിലും എന്ത് കാര്യം. ഇപ്പം ഇനി 2 ദിവസം കഴിയാൻ മോഹൻലാൽ സാറ് വരും. ഇത് ഇവന്മാർ ഈ കാണിച്ചു കൂട്ടിയ എല്ലാ കൊള്ളായ്മകൾക്കും മോഹൻലാൽ ഇതിന് എണ്ണി ചോദിച്ചിരിക്കുമെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവിടെ ഓരോരുത്തൻ പോലും നല്ല രീതിയിൽ കളിച്ചിട്ടില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകുത്തൽ തന്നെയാണ് അവിടെ നടക്കേണ്ടത്. പക്ഷേ അതല്ല, പേഴ്സണൽ പ്രശ്നങ്ങൾ അവിടെ വെച്ച് കളിക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീലായത്. 1ഉം 2ഉം അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ മാറി നിന്ന് പേഴ്സണൽ രീതിയിൽ അവർ ഓരോ ആൾക്കാരെ കുത്തി സംസാരിക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. അതിലെനിക്ക് ഏറ്റവും വിഷവിത്തുകളായിട്ട് തോന്നിയ വ്യക്തികളാണ് ഈ അക്ബറും അതുപോലെ ഈ എന്താ പറയുക അപ്പാനി ശരത്ത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, സീരിയസ്ലി പറയാം. കൂടെ നിന്നിട്ട് മുതുകത്തിട്ട് കുത്തൊന്ന് പറയത്തില്ലേ, ആ ടീമാണ്. പിന്നെ ആര്യൻ, അത് ഭയങ്കര മോശപ്പെട്ട ചക്കനാണ്, ഉള്ളത് പറയാണ്, വെറും മോശം. സീരിയസ്ലി പറയാം. അവൻ്റെ സാധനം ഇപ്പം മറ്റേ കൈ കെട്ടുന്ന സാധനം അടിച്ചു മാറ്റി വെച്ചേക്കുന്ന മറ്റേ അവനാ നെവിൻ. അവൻ്റെ പേര് നെവിൻ എന്നാണ്. നെവിൻ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം അവൻ്റെ പേര്. ഇവൻ്റെയൊക്കെ പേരെഴുതി വെച്ചേക്കുന്നതിന് പാകെ നെവിൻ ജോർജ്. അവൻ്റെ അത് അടിച്ച് മാറ്റി മറ്റേ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ റൂമില്ലേ നമ്മളുടെ പിന്നെ മേക്കപ്പൊക്കെ ചെയ്യുന്ന റൂം, ആ റൂമിലൊരു ബോക്സിലിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് അവൻ. മനസ്സിലായോ? അവനാണ് അത് അടിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അവൻ ഈ കോസ്റ്റ്യൂമിനോട് ഭയങ്കര ഇതുള്ളവൻ ഇവിടെ പുറത്തേക്കാനും എന്ത് കോസ്റ്റ്യൂം പറിച്ചിട്ടുണ്ട് നടക്കാറുന്നല്ല. പക്ഷേ രേണു സുധീനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന് മോഹൻലാൽ സാറ് ചെന്ന് ചോദിച്ചേ പറ്റൂ. അതിന് ഇവനെ കൊണ്ട് ഈ ആൾക്കാരുടെ മുമ്പിൽ ഇത്രയും രേണുവിനോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. അത് ഇഷ്ടമുള്ള പേര് പറയാം. ഈ ലോകത്തുള്ള എന്ത് ചീത്തയും അങ്ങ് വിളിക്കാം ഒരു സ്ത്രീനെ. ഇപ്പം ഇമ്മടുത്തത് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങൾ അവരെ വിളിക്കുമെന്ന് പറയുമ്പോൾ കേൾക്കാൻ കൊള്ളാത്ത ചീത്തയൊക്കെ ചേർത്ത് അവരെ അങ്ങ് വിളിക്കാവോ? അതുപോലൊരു കാര്യമല്ലേ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന സാധനം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? നമ്മൾ സ്ത്രീകളാണ്. ഇപ്പം നാളെ ഇന്ന് രേണുവിനാണെങ്കിൽ നാളെ അത് നമ്മുടെ നേരെയാണ് തിരിയുന്നത്. അത് എപ്പോഴും ആലോചിച്ചോ. ഒരു സ്ത്രീനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കാൻ അവൻ്റെ ധൈര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാം. അവൻ്റെ വീട്ടിൽ സ്ത്രീകളില്ലേ? ഇല്ലെങ്കിൽ അവൻ്റെ ഭാര്യയാകാൻ പോകുന്നവൾ സ്ത്രീയല്ലേ? ഇത് രേണുവിനെ കണ്ടപ്പോൾ അവൻ എങ്ങനെയാണ് തോന്നിയവൾ സെപ്റ്റിക് ടാങ്ക് ആണെന്ന്? ഇവൻ നല്ലവനാണ്. ഇവൻ്റെ വായിൽ നിന്ന് വീഴുന്നതൊക്കെ നല്ല സ്ഥലത്ത് വീഴുന്ന വാക്കുകളാണല്ലോ അവൻ്റെ വായിൽ നിന്ന് വീഴുന്നത്. വെറും മോശപ്പെട്ട മനുഷ്യർ. പക്ഷേ ഇതിന് ബിഗ് ബോസ് സമാധാനം പറഞ്ഞേ പറ്റൂ. രേണു സുധീനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ഈ ഒരു ഭാഷയ്ക്ക് സമാധാനം പറഞ്ഞേ പറ്റൂ. പറയാതിരിക്കാൻ പറ്റത്തില്ല, പറയണം. ഇതിനിപ്പോൾ ഞാൻ മോഹൻലാൽ സാറിന് വെയിറ്റ് ചെയ്തിരിക്കുക. മോഹൻലാൽ സാർ ഇതിൻ്റെ മറുപടി എന്താ പറയാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഇതിനെന്താണ് പുള്ളി കൊടുക്കാൻ പോകുന്ന മറുപടിന്ന് നമുക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ് പുള്ളി വരുന്നതെന്ന് തോന്നും. നമുക്ക് ആ വരും ദിവസങ്ങളിൽ നമുക്കിത് കണ്ട് തന്നെ മനസ്സിലാക്കി. ശനി ഞായറാന്ന് തോന്നുന്നു വരുന്നത്. ആ ദിവസം ഇത് കണ്ട് തന്നെ മനസ്സിലാക്കണം കേസ്. ഒരു സ്ത്രീനെ അങ്ങനെ വിളിക്കാൻ പാടില്ല. സെപ്റ്റിക് ടാങ്ക് ഒന്നും വിളിക്കേണ്ട ഒരു അവകാശം അവനില്ല. അവർ പുറത്ത് പല മീഡിയക്കാരും പല ആൾക്കാരും പല രീതിയിൽ അവരെ ആക്ഷേപിച്ചിട്ടുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യന് പോലും ആ സ്ത്രീയുടെ ഫേസ് ടു ഫേസ് നിന്ന് അവരെ മോശമായി ആരും പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മളുടെ ഒരു ഫോട്ടോ ഇട്ടാൽ ഇപ്പോൾ എൻ്റെ വീടുകളിൽ എത്ര പേരും വന്ന് എന്നെ എന്തെല്ലാം പറയുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഒരിക്കലും അവർ എൻ്റെ മുമ്പിൽ നിന്നല്ല പറയുന്നത്. പക്ഷേ ഒരു 19 പേരില്ലെങ്കിൽ ഒരു 20 പേര് ഒരുമിച്ച് കൂടുന്ന
ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിലെ ഒരു സ്ത്രീനെ ഇവരെന്തെല്ലാം പേര് പറയാമായിരുന്നു. ആ പേരൊന്നും പറ്റാഞ്ഞ് അവസാനം അവരെ വിളിച്ച വിളി ഈ ഒരു പേരിൽ. ഒന്ന് ആലോചിച്ച് നോക്കേ, എന്ത് വൃത്തികേടായിപ്പോയത്. ബിഗ് ബോസിന് പോലും അതിന് വിവരമില്ലാതെ ആലോചിക്കുക. സീരിയസ്ലി അങ്ങനെ സ്ത്രീ അങ്ങനെ ആ ഒരു സ്പോട്ടിൽ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ പേര് പറയാനല്ല ഇത് നടത്തുന്നതെന്ന് പറഞ്ഞ് എന്ത് ഇപ്പോൾ ഈ ബിഗ് ബോസ് പറഞ്ഞ രീതിക്ക് സ്ത്രീകളെ മറ്റേ പേരും വിളിക്കുമോ? അവർ പറഞ്ഞാൽ മതിയല്ലേ ബിഗ് ബോസ് പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു പേരിട്ട് വിളിച്ചതാണെന്ന്. സ്ത്രീകളെ എന്ത് പേരിട്ട് അങ്ങ് വിളിക്കാവോ വായി തോന്നണക്ക്? അത് ആരാ അധികാരം കൊടുത്തതിന്? എന്നിട്ടിപ്പോൾ ഇതാണ് കേസ് പറയാനുള്ളത്. ഒരു സ്ത്രീനെ മോശമായ രീതിയിൽ സംസാരിച്ചു, ഇല്ലെങ്കിൽ വെറും വൃത്തിയായിട്ട് നീചമായ രീതിയിൽ അവരോട് സംസാരിച്ചു, അവരാരോ ആയിക്കോട്ടെ, അവരിന്ന് ബിഗ് ബോസിൽ നിൽക്കുന്നു, അവരെന്തോ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും അവരെ മോശമായ രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഒരിക്കലും അവർ ആ സ്ത്രീയുടെ മുമ്പിൽ ചെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. മെസ്സേജ് അയച്ചാൽ ആർക്കും എന്തും പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിലൊക്കെ ഫേസ് ടു ഫേസ് ഇന്ന് അവരെ സെപ്റ്റി ടാങ്കെന്ന് വിളിച്ചത് വളരെ മോശം തന്നെയാണ് അക്ബർ ചെയ്തത്. അതിന് അക്ബർ മാപ്പ് പറഞ്ഞേ പറ്റൂ. അത് പറയിപ്പിക്കണം ബിഗ് ബോസ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഷോ വെറും മോശം ഷോ എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് കേസ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഓക്കെ, ബൈ ബൈ, ടാറ്റ.